നമസ്തേ. കർക്കടക പുണ്യമാസം 27-ാം ദിവസം അധ്യാത്മരാമായണ പാരായണം. അയോധ്യാകാന്ഡം തുടർച്ച. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷുരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. പാരായണം ചെയ്യുന്ന ഭാഗങ്ങൾ: ഇന്ദ്രജിത്തിന്റെ വിജയം, കാലനേമിയുടെ പുറപ്പാട്, ദിവ്യൌഷധ ഫലം. ഇന്ദ്രജിത്തിന്റെ വിജയം. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റം. അവരെന്തിനി നല്ലതു ശങ്കര ദൈവമേ. ഇത്തം വിലാപിച്ച നേരത്തു ചെന്ന് ഇന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ. ഖേദമുണ്ടാകരുതേതുമേ മനസേ, താതനു ഞാനിഹ ജീവിച്ചിരിക്കവേ. ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ട്, അത്തലും തീർത്തിങ്ങിരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കേണമേ. തു കേട്ടു തനയനെയും പുണർന്നെന്നേ സുഖമേ ജയിച്ചു വരിക നീ. വമ്പനാം പുത്രനും കുമ്പിട്ടു താതനെ തൻ പടയോടും നടന്നു തുടങ്ങിനാൻ. ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ജംഭാരിജിത്തും നികുംഭിലപൂക്കിതു. സംഭാരജാലവും സമ്പാദ്യസാദരം സംഭാവ്യഹോമം ആരംഭിച്ചിതന്നേരം. രക്തമാല്യാംബരഗന്ധാനുലേപന യുക്തനായി തത്ര ഗുരുപദേശാന്വിതം. ഭക്തി പൂണ്ടുജ്വലിപ്പിച്ചഗ്നിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി. നക്തഞ്ചരാധിപപുത്രനുമെത്രയും വ്യക്തവർണ്ണസ്വരമന്ത്രപുരസ്കൃതം. കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചഥ ചിത്രഭാനുപ്രസാദത്താലതിദ്രുതം. ശസ്ത്രാസ്ത്രചാപരധാദികളോടും അന്തർധാന വിദ്യയും ലബ്ധ്വാ നിരാകുലം. ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോട് പോരിനായാശരൻ. പോർക്കളം പൂക്കൊരു നേരം കവികളും
രാക്ഷസരെ ചെറുത്താർ തടുത്തിടിനാർ. മേഘജാലം വർഷിക്കുന്നതുപോലെ മേഘനാഥൻ കണതൂകിത്തുടങ്ങിനാൻ. പാഷാണപർവ്വത വൃക്ഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ. വാരണവാജിപദാതിരഥികളും അന്തകന്തൻ പുരിയിൽ ചെന്നു പൂക്കവർക്കന്തം വരുന്നതു കണ്ടൊരു രാവണി സന്താപമോടും അന്തർധാനവും ചെയ്തു. സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ജയം. വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ. വമ്പരാം മർക്കടന്മാരുടെ മെയ്യിൽ വന്നമ്പതും 100 200 500 അമ്പുകൾ കൊണ്ടു പിളർന്നു തെരുതരേ കമ്പം കലർന്നു മോഹിച്ചു വീണീടിനാർ. 50 ബാണം വിവിധനേറ്റു പുനരൊമ്പതു മൈന്ദനും 5 ഗജന്മേലും 90 ബാണം നളനും തറച്ചിത് അവണ്ണമേറ്റു ഗന്ധമാദനൻ മെയ്യിലും. ഈരമ്പതേറ്റിതു നീലനും 30 മീരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻ മെയ്യിലും. 6 പനസനും 7 വിനതൻ 6 സുഷേണനും 8 കുമുദനും 6 ബാണം വൃഷഭനും കേസരിക്കാറും 50 കൂടെ വന്നേറ്റിതു. 10 ശതബലിക്ക് 9 ധൂമ്രനും 10 മൊരട്ടും പ്രമാദിക്കുമേറ്റിതു. 10 പുനരിരുപത്തഞ്ചുമേറ്റിതു ശക്തിയേറും വേഗദർശിക്കതുപോലെ. 40 കൊണ്ടു ദധിമുഖൻ മെയ്യിലും 42 ഗവാക്ഷനുമേറ്റിതു. 3 ഗവയനും 5 ശരഭനും 3 4 സുമുഖനും. ദുർമുഖനേറ്റിത് 24 അമ്പ് സമ്മാനമായ 65 താരനും. ജ്യോതിർമുഖനും 60 പുനരാതങ്കമോട് 50 അഗ്നിപതനനും. അങ്കദന്മേൽ 75 കൊണ്ടിതു തുങ്കനാം സുഗ്രീവനേറ്റു ശരശതം. ഇത്തം കപികുലനായകന്മാർ 67 കോടിയും വീണിതു ഭൂതലേ. മർക്കടന്മാർ 21 വെള്ളവും അർക്കതനയനും വീണോരനന്തരം. ആവതില്ലേതുമിതിന്ന് നമുക്കെന്ന് ദേവദേവന്മാരും അന്യോന്യമന്നേരം വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേരുഷ. രാഘവന്മാരെയുമെയ്തു വീഴ്ത്തിയിടിനാൻ. മേഘനാഥൻ മഹാവീര്യവ്രതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായത് ലോകവും. കൗവണാദീശജയത്തിനാൽ ആഖണ്ഡലാരിയും ശംഖനാദം ചെയ്തു വേഗേന ലങ്കയിൽ പൂക്കിരും നീടിനാൻ. ലേഖസമൂഹവും മാഴ്ഗീകദാശയ. ഔഷധഹരണയാത്ര. കൈകസീനന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പൂക്കുവൻ മേലിലാപത്തു ഞാനെന്നോർത്ത് പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നീടിനാൻ. കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്ത് നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാനാക്കമേറും വായുപുത്രനുമന്നേരം.
ആരിനിയുള്ളതൊരു സഹായത്തിനെന്ന് ആരായിക വേണമെന്നോർത്തവനും തഥാ. ആകാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരിലാരെന്നു നോക്കുവാനേകാകിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ട് തമ്മിലന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നീടിനാർ. പിന്നെയും പാഥോജ സംഭവനന്ദനൻ ജാമ്പവാൻ താതനനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണു മിഴിപ്പാനരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാദരാൽ, നിന്നുടെ ജീവനുണ്ടോ കവിഭൃംഗവ? നന്നായതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ? കണ്ണു മിഴിച്ചുകൂടാരുധിരം കൊണ്ട് നിന്നുടെ വാക്കുകേട്ടുള്ളിൽ വിഭാതിമേ. രാക്ഷസരാജൻ വിഭീഷണൻ എന്നത് സാക്ഷാൽ പരമാർത്ഥമെന്നോടു ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനെടോ, സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിതാശരാധീശ്വരൻ തന്നോട്, ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ അവതെല്ലാം തിരിയേണമിനിയടോ. ചോദിച്ചിതാശു വിഭീഷണനെന്തെടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും? രാമസൗമിത്രി സുഗ്രീവങ്കദാദികളാം അവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണപുത്രനെ? മോദിച്ചതെന്തവനെക്കുറിച്ചേറ്റവും? എങ്കിലോ കേൾക്ക നീ, മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. സാരസസംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാൽക്കലാമോദമുൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഢമായ ആശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിയിടിനാൻ. മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചോരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാൻ ആകുന്നവരാരുമില്ല നീ എന്നിയേ. പോകവേണം നീ ഹിമവാനെയും കടന്ന് ആകുലമറ്റു കൈലാസശൈലത്തോളം. ഈലാസസന്നിധിങ്കൽ ഋഷഭാദ്രിമേലുണ്ട് ദിവ്യൌഷധങ്ങളറിക നീ. നാലുണ്ട് ദിവ്യൌഷധങ്ങളവറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണീയെന്നൊന്നെടോ, പിമ്പു സന്ധാനകരണി മൂന്നാമതും, നല്ല സുവർണകരണി നാലാമതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനീ സഖേ. രണ്ടു ശൃംഗങ്ങൾ ഉയർന്നു കാണാം, അവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും, വേദസ്വരൂപങ്ങളെന്നുമറിക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്നാരാൽ വരിക മരുന്നുകളും കൊണ്ട്. മാരുതനന്ദന പോക നീ വൈകാതെ.
ഇത്തം വിധിസൂതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുതു മഹേന്ദ്രമേറിയിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ. വായുവേഗേന കുതിച്ചുയർന്നമ്പരേ പോയവൻ നീഹാരശൈലവും പിന്നിട്ടു വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരേ ധരാനദിയും അളകാപുരം മേരുഗിരിയും വൃഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. കാലനേമിയുടെ പുറപ്പാട്. മാരുതനന്ദനൻ ഔഷധത്തിനങ്ങ് മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോട് ആരുമറിയാതെ ചെന്നു ചൊല്ലിടിനാർ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്നളവ് അന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിൽ ആരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമീ ഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവൻ. അപൂർണമോദം തൊഴുതു സന്ത്രസ്ഥനായി അർഘ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാൻ. നർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള അകമ്പടി കൂടാതെ. ദുഃഖനിപീഡിതനാകിയ രാവണൻ അക്കാലമേനി തന്നോടു ചൊല്ലിയിടിനാൻ. ഇക്കാലവൈഭവമെന്തു ചൊല്ലാവതും ഒക്കെ നിന്നോട് ചൊൽവാനത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു വീണിടിനാൻ ഭൂതലേ. പിന്നെ വിരിഞ്ചാസ്ത്രമെയ്തു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. എന്നിപ്പറയുമടിപ്പിച്ചിതാത്മജൻ ജീവിപ്പിച്ചുകൊള്ളുവാൻ. മാരുതനന്ദനൻ ഔഷധത്തിനു പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണമതിന്നു നീ നിന്നോടുപായവും ചൊല്ലാമതിന്നടോ. താപസനായി ചെന്നു മാർഗമധ്യേ പൂക്കൂ പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം വല്ല കണക്കിനും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോടു ചൊല്ലിനാൻ. സാമവേദജ്ഞ സർവജ്ഞാലങ്കേശ്വര സാമമാമെന്നുടെ വാക്കു കേൾക്കേണമേ. നിന്നെക്കുറിച്ചു മരിപ്പതിനിക്കാലം എന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീജനെ കണക്കെ മരിപ്പാൻ മനതാരിലിനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ട് ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലം എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും. അന്ത ജഡാത്മകമായ ദേഹം കൊണ്ടു
എന്തു ഫലം തവ ചിന്തിച്ചു കാൺകെടോ. സീതയെ രാമനു കൊണ്ട കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ട് മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷശുദ്ധായ ശുദ്ധതോയേ കുളിച്ച് അത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു സന്ധ്യാ നമസ്കാരവും ചെയ്തു. ശീഘ്രം ഏകാന്തേ സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടാത്മാനമാത്മനാ സാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള ദേവദിര്യൻ മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനം ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭപര്യന്തമായെന്തോന്ന് താല്പര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും. സൽഗുരുമായ എന്നും പറഞ്ഞിടുന്നു. ഇക്കണ്ട ലോകവൃക്ഷത്തിനേകഥ സ്വർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിതശ്വേതകൃഷ്ണാദിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ. പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളെടോ. തൻ്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കും ആത്മാവിനെ അവൾ. കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാമാകും ഈശ്വരൻ തങ്കലേ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചുകൊള്ളുന്നു. ശുദ്ധനാത്മാവരനേകൻ അവളോട് യുക്തനായി വന്നു പുറത്തു കാണുന്നിത് തന്നെ ആത്മാവിനെ താൻ മറക്കുന്നിതന്വഹം മായാഗുണവിമോഹത്തിനാൽ. ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണും നിതാത്മാവിനെ സ്പഷ്ടമായി സദാ. വീണുന്നതെല്ലാം അവനു വന്നു തഥാ ദുഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശു വേർപെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും. നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്നു വിമുക്തനായി അദ്യപ്രഭൃതി വിമുക്തനാത്മാവിധി ജ്ഞാത്വാ നിരസ്താശയാജിതകാമനായി ധ്യാനനിരതനായി വാഴുകെന്നാൽ വരും ആനന്ദമേതും വികൽപ്പമില്ലോർക്ക നീ. ധ്യാനിപ്പതിന് സമർത്ഥനല്ലെങ്കിലോ മനസേ പാവനേ ഭക്തിപരവശേ നിത്യം സഗുണനം ദേവനെ ആശ്രയിച്ച് അത്യന്ത ശുദ്ധ്യാ സുബുദ്ധ്യാ നിരന്തരം. ഹൃൽപത്മകർണികാ മധ്യേ സുവർണപീഠോൽപലേ രത്നഗണാഞ്ചിതേ നിർമ്മലേ ശ്ലഷ്ണേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം വീരാസനസ്ഥം വിശാലവിലോചനം
ഐരാവതീ തുല്യപീതാംബരധരം ഹാരകിരീടകേയൂരാംഗദാങ്കൂലിയോരു രത്നാഞ്ജിത കുണ്ഡല നൂപുരച്ചാരുകടക കടിസൂത്ര കൗസ്തുട സാരസമാല്യവനമാലികാധരം ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദി സ്ഥിതം സർവേശ്വരം വരം സർവവന്ദ്യം ശരണാഗതവത്സലം ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേരി സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു ജന്മജന്മാന്തരത്തിങ്കിലുള്ളോരു കന്മഷമൊക്കെ നശിച്ചുപോം നിശ്ചയം വൈരം വെടിഞ്ഞതിഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ ദേവം പരിപൂർണമേകം സദാ ഹൃദി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാദിഹീനം പുരാണം ശിവം രാമമേവം ഭജിച്ചിടു നീ സന്തതം രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞോരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തൽകളം ഛേദിപ്പതിനൊരുമ്പെട്ടു ചൊല്ലിയിടിനാൻ നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ കാലനേമിക്ഷണതാചരനന്നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനാൻ രാക്ഷസരാജാ ദുഷ്ടാത്മൻ മതിമതി രൂക്ഷതഭാവമിതുകൊണ്ടു കിം ഫലം നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പത് എന്നുടെ സൽഗതിക്കെന്നു ധരിക്ക നീ സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാനദ്യ സമുദ്യുക്തനായേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ ഭൃശം ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ കാണായിതാശ്രമം മായാവിരചിതം നാനാമുനിജനസേവിതമായതും ശിഷ്യജന പരിചാരക സംയുതം മൃഷ്യാജലം കണ്ടു വായുതനയനും ചിന്തിച്ചു നിന്നാനിവിടെ ഒരാശ്രമം എന്തുമൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ മാർഗവിഭ്രംശം വരികയോ കേവലമോർക്കണമെൻ മനോവിഭ്രമമല്ലല്ലീ നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു കാണാം മഹൌഷധം നിൽക്കുമത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹാൽ ഇത്തം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ട മായാശ്രമമശ്രമം രംഭാപനസകർജൂരകേരാമ്രാതി സമ്പൂർണമത്യച്ഛതോയമാപീയുതം കാലനേമിത്രിയാമാചരനും തത്ര ശാലയിൽ ഋത്വിക് സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢം മാറനുഷ്ഠിച്ച് ചന്ദ്രചൂടപ്രസാദം വരുത്തിയിടുവാൻ
ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴും നക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനേനുമിങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാനിധി മമ നാമം പവനജൻ അഞ്ജനാനന്ദനൻ രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്ക് സാമോദമിന്നു പോകുന്നു തപോനിധേ. ദേഹരക്ഷാർത്ഥമിവിടേക്കു വന്നിതു ദാഹം പൊറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ. എങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണം, എങ്ങുമേ പാർക്കരുതെന്നെൻ മനോഗതം. മാരുതി ചൊന്നതു കേട്ട് നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടിനാൻ. മാമകമായ കമണ്ഡലുസ്ഥം ജലം മാമയം തീരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി, ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു സുവ്യക്തമായതുകൊണ്ടു ചൊല്ലിയിടുവൻ. വാനരന്മാരും സുമിത്രാതനയനും മാനവവീരനിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിനൊരുമിച്ചു നിന്നിടിനാർ. ഇത്തമാകർണ്യ ചൊന്നാൻ കപിപുങ്കവൻ, എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. പാരം പെരുതുമേദാഹമതുകൊണ്ട് പോരാ കമണ്ഡലു സംസ്ഥിതമാം ജലം. വായുതനയനേവം ചൊന്ന നേരത്ത് മായാവിരചിതനായ വടുവിനെ തോയാകരം ചെന്നു കാട്ടിക്കൊടുക്കെന്ന് ഭൂയോ മുദാകാലനേമിയും ചൊല്ലിനാൻ. നേത്രനിമീലനം ചെയ്തു പാനീയവും പീത്വാ മമാന്തികം പ്രാപിക്ക സത്വരം. എന്നാൽ നിനക്കൗഷധം കണ്ടുകിട്ടുവാൻ ഇന്ന് നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ. എന്നതു കേട്ട് വിശ്വാസേന മാരുതി ചെന്നാനയച്ച വടുവിനോടും മുതാ കണ്ണുമടച്ചു വാപീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരേ. വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവിവീരനെ തിന്നുകളവാനൊരുമ്പെട്ട നേരത്ത് കണ്ണുമിഴിച്ചു കപീന്ദ്രനും നോക്കിനാൻ. വസ്ത്രം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കവിവരൻ. ദേഹമുപേക്ഷിച്ചു മേൽപോട്ടു പോയിതു ദേഹിയും മിന്നൽ പോലെ തത്യത്ഭുതം. ദിവ്യവിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും. പ്രേതോഹരാംഗിയാം അപ്സരസ്ത്രീമണി വാദാത്മജനോട് ചൊന്നാളതു നേരം. നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്ന് വന്നു ശാപമോക്ഷം കപിവരാ. ഉന്നമൊരപ്സര സ്ത്രീ ഞാൻ, ഒരു മുനി തന്നെ ശാപേന രാക്ഷസീയായതും ധന്യമാലീരീമേ നാമം മഹാമതേ. മാന്യനാം നീയൊന്നു ധരിക്കണം, അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ.
രാവണപ്രേരിതനായി വന്നിരുന്നവൻ താപകമാർഗവിഘ്നം വരുത്തിയിടുവാൻ. താപസവേഷം ധരിച്ചിരിക്കുന്നിത് താപസദേവ ഭൂദേവാദിഹിംസകൻ. ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ചു. ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാതവംശമശേഷമൊടുക്കുക. ഞാനീ ബ്രഹ്മലോകത്തിനു പോകുന്നു വനരവീര കുശലം ഭവിക്കതേ. പോയാളീ വണ്ണം പറഞ്ഞവൾ മാരുതിമായാവിയം കാലനേമിതന്നന്തികെ ചെന്നാൻ അവനോട് ചൊന്നാൻ അസുരനും. വന്നിടുവാനിത്ര വൈകിയതെന്തടോ കാലമിനിക്കളയാതെ വരിക നീ. മൂലമന്ത്രോപദേശം ചെയ്വനാശു ഞാൻ ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്തു. ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം. തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാങ്കേ കപിവരൻ. ഒന്നടിച്ചാൻ അതുകൊണ്ടവനും തഥാ ചെന്നു പൂക്കീടിനാൻ ധർമ്മരാജാലയം. ദിവ്യൌഷധഫലം. ക്ഷീരാർണവത്തെയും ദ്രോണാജലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധൗ. ഔഷധാവാസമൃഷഭാദ്രിയും കണ്ടിത് ഔഷധമൊന്നുമേ കണ്ടതേതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറിച്ച് ഏണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻപോൾ രാഘവൻ മുമ്പിൽ വച്ച് ഇണ്ടൽ തീർത്തിടിനാൻ വമ്പടക്കന്നേരം. കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും. ഔഷധത്തിൽ കാറ്റുതട്ടിയ നേരത്ത് ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും. മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണമെന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലായിലെങ്ങിനെ രാത്രിഞ്ചരബലം കൊല്ലുന്നിതെന്ന് അരുൾ ചെയ്തോരനന്തരം. കുന്നുമെടുത്തുയർന്നാൻ കപിപുങ്കവൻ വന്നാൻ അരനിമിഷം കൊണ്ടു പിന്നെയും. യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാനിധിയിലിട്ടീടിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം.